ജില്ലയിൽ ഓപ്പറേഷൻ ഷൈലോക്ക് പരിശോധന തുടരുന്നു. ജില്ലയിലെ വിവിധ സ്റ്റേഷൻ പരിധികളിൽ ഇന്ന് വ്യാപക പരിശോധന നടന്നു. നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന റെയ്ഡിൽ 1/4 കോടിയോളം രൂപ പിടിച്ചെടുത്തു. ₹1 പോലും നികുതി അടയ്ക്കാതെ സാധാരണക്കാരെ കുത്തിപ്പിഴിഞ്ഞു കൊള്ളയടിക്കുന്ന വട്ടിപ്പലിശക്കാർക്ക് തടയിടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓപ്പറേഷൻ ഷൈലോക്കിന് രൂപം നൽകിയിട്ടുള്ളത്. ഇടുക്കി ജില്ലയിലെ അതിർത്തി ഗ്രാമങ്ങളും ഉൾഗ്രാമ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച വട്ടിപ്പലിശക്കാർ പിടിമുറുക്കുന്നതിന്റെ സാഹചര്യം മനസ്സിലാക്കിയ പോലീസ് കഴിഞ്ഞ മാസം ഒരേ സമയം വിവിധയിടങ്ങളിൽ മിന്നൽ പരിശോധന നടത്തിയിരുന്നു. ഇതിൽ നിരവധി പേരാണ് അറസ്റ്റിലായത്. 1/2 കോടിയോളം രൂപയുടെ രേഖകളും അന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. തുടർന്നും ജില്ലയുടെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വ്യാപക പരിശോധനയാണ് നടത്തിയത്. നെടുങ്കണ്ടത്ത് നടത്തിയ പരിശോധനയിൽ 2 പേരാണ് പിടിയിലായത്. നെടുങ്കണ്ടം ആശാരിക്കണ്ടം മഠത്തിൽ അബ്ദുൽ ഖാദറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 21,10,000 രൂപയും നിരവധി മുദ്രപത്രങ്ങളും ചെക്കുകളും പിടിച്ചെടുത്തു. മറ്റൊരു പരിശോധനയിൽ നെടുങ്കണ്ടത്ത് പച്ചക്കറി വ്യാപാരം നടത്തുന്ന തമിഴ്നാട് സ്വദേശിനിയായ കലാഭവൻ വീട്ടിൽ സൂര്യകലയെ 1,00,000-ലധികം രൂപയും 5 ചെക്കുകളും പ്രോമസറി നോട്ടുകളുമടക്കം പിടികൂടി. സംസ്ഥാന സർക്കാരിന്റെ നിയമവിരുദ്ധ മണി ലെൻഡിംഗ് മാഫിയയ്ക്കെതിരെയുള്ള നടപടികളുടെ ഭാഗമായിട്ട് ഇന്നേ ദിവസം സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണമുള്ള ഓപ്പറേഷൻ ഷൈലോക്കിന്റെ ഭാഗമായിട്ട് ദിവസം നെടുങ്കണ്ടത്ത് വിവിധ കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടന്നിരുന്നു. അതിൽ 2 കേന്ദ്രങ്ങളിൽ നിന്ന് ഏകദേശം മൊത്തം 22 ലക്ഷം രൂപയോളം ഇതുവരെ പിടിച്ചെടുത്തിട്ടുണ്ട്. നെടുങ്കണ്ടം സ്വദേശിയായ അബ്ദുൽ ഖാദർ എന്ന ആളുടെ വസതിയിൽ നിന്ന് 21 ലക്ഷം രൂപയും, നെടുങ്കണ്ടം താമസിക്കുന്ന തമിഴ്നാട് സ്വദേശിനിയായ സൂര്യകല എന്നയാളുടെ കൈവശത്തു നിന്ന് 1 ലക്ഷം രൂപയും മറ്റ് നിരവധി മുദ്രപത്രങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് തുറന്ന വഴി ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി തുറന്ന വഴി സ്വീകരിക്കുന്നതാണ്. ഇതേസമയം അബ്ദുൽ ഖാദർ വസ്തുവ്യാപാരം നടത്തുന്നതിന്റെ പണമാണ് വീട്ടിൽ ഉണ്ടായിരുന്നതെന്നും യാതൊരുവിധ പലിശ ഇടപാടുകളും തങ്ങൾക്കില്ല എന്നും ബന്ധുക്കൾ പറഞ്ഞു. പിടിയിലായ സൂര്യകല ലഹരി വസ്തുക്കൾ വിൽക്കുന്ന നിരവധി കേസുകളിലെ പ്രതിയുമാണ്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.